അങ്ങനെ ഒരു ദിവസം എനിക്ക് ഗോവയ്ക്ക കറി വെക്കാൻ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിനോട് സൈഡിൽ തന്നെ വേലിനോട് ചേർന്ന് തന്നെ ഒരു കോവയ്ക്കമരമുണ്ട്. റോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. പന്തലിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് റോഡിനോട് ചേർന്ന് ഇങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. അത് പക്ഷേ ശരിക്കും പന്തലിടണം, എന്നാലാണ് അത് നമുക്ക് കൂടുതൽ കായ് കിട്ടുള്ളൂ. എന്നാലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് നീളത്തിൽ അങ്ങനെ ചുറ്റായിട്ട് ഒരു ചെറിയ പന്തൽ കൊടുത്തേക്കാണ്. എന്നാൽ ഇതിൽ നിന്ന് ധാരാളം കോവയ്ക്ക നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഒരിക്കലും വയനാട്ടിൽ പോയിപ്പോൾ അവിടെ കണ്ട ഒരു കമ്പാണ്. ഇത് പക്ഷെ ഇങ്ങനെ വളർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ധാരാളം ഉണ്ടാവും. ഇതിപ്പോൾ പൊട്ടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. റോട്ടിൽ പോകുന്ന ആളുകളും പിന്നെ അയൽക്കാരൊക്കെ അങ്ങനെ എല്ലാവരും എടുക്കുന്നുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതിലുള്ള കുറച്ച് കോവയ്ക്ക പറിക്കാൻ നോക്കി. കോവയ്ക്ക ഉണ്ട്, പക്ഷെ അത് നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ കാണില്ല. അതിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കോവയ്ക്കകൾ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കും. പിന്നെ ഇത് പറിച്ച് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് അവിടെ നിന്ന് ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ വഴി കണ്ടില്ലേ, ഇത് വഴി തന്നെയാണ്. അപ്പോൾ പലരും ഇത് കാണുമ്പോൾ അത് പൊട്ടിച്ച് തിന്നും. പ്രത്യേകിച്ച് ഇത് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള സംഭവമാണ്. കാരണം ഇത് കോവയ്ക്ക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ഷുഗർ രോഗികൾക്കൊക്കെ വളരെ നല്ലതെന്ന് പറയുമ്പോൾ പല ആളുകൾ ഇത് റോട്ടിൽ കൂടി പോകുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മൂന്നാലെണ്ണം ചോദിച്ചോ, അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധമില്ല, ഞങ്ങളങ്ങനെ നോക്കാറില്ല. ഇഷ്ടമുള്ളവർ പൊട്ടിക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഇത്രയും കോവയ്ക്ക ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും അതിൻ്റെ അകത്തുണ്ട് കോവയ്ക്ക, സൂക്ഷിച്ച് നോക്കണമെന്ന് മാത്രം. ഇതിലിപ്പോൾ നമ്മളൊരു അധികം മൂക്കാത്ത, തീരെ മൂക്കാത്ത കോവയ്ക്കല്ല, ഒരു മീഡിയം മൂത്ത കോവയ്ക്കാണ് നമ്മൾ ഏറ്റവും രുചികരമായിട്ടുള്ളത്. വെറുതെ തിന്നാനായാലും കറി വയ്ക്കാനായാലും. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് കോവയ്ക്ക അവിടെ പറിച്ചത് വീട്ടിലിരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം കുറച്ച് കിട്ടിയത് അത് നമ്മൾ മൂക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറിച്ച് വെച്ചിട്ട് കുറച്ചുകൂടി ഇരിപ്പുണ്ട്. അതും ഇതുമാവുമ്പോൾ അത്യാവശ്യം കറിക്കുള്ളതാവും. ഓക്കെ, ഇതിപ്പോൾ രണ്ടും കൂടിയും കൂട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കോവയ്ക്ക ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് അരിയാം. ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അരിയാനൊക്കെ ഇത്തിരി സ്ലോ ആണ്, എങ്കിലും ഒരു ശ്രമമാണ്. വീട്ടുകാർ ഇതെന്താ ഇവൻ ചെയ്യാൻ പോണേന്ന് മട്ടിൽ നോക്കുന്നുണ്ട്. പതിവില്ലാത്തൊരു അരിയലൊക്കെ. എന്തായാലും ഓരോന്നെടുത്തിട്ടാണ് ഞാൻ അരിയുന്നത്. എങ്ങനെയാണ് മൊത്തത്തിൽ 2-3 വെച്ച് അരിയുമെന്നൊന്നും എനിക്കറിയില്ല. ഓരോന്നും ഞാൻ എടുത്തിട്ടാണ് അരിയുന്നത്. ഓക്കെ, നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് അരിഞ്ഞിട്ട്. അതിൽ പഴുത്തത് 1-2 പെട്ടിട്ടുണ്ട്. മുമ്പ് പറിച്ചതിൽ എവിടെയോ വന്ന് കിട്ടിയതാണ്. 1-2 പഴുത്തുണ്ട്, എന്നാലും കുഴപ്പമില്ല, പഴുത്ത് തിന്നാലും. ഇനിയിപ്പോൾ ഞാൻ സവാളമേയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഞാൻ സവാള അല്പം കൂടുതലിടും. എന്ത് ഇടുമ്പോഴും ഈ സവാള കൂടുതലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കോവയ്ക്കയിൽ സവാള കൂടുതലുണ്ടെങ്കിൽ ഒരു പ്രത്യേക രസമാണ്. ഓക്കെ, അങ്ങനെ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തു. ഇനിയിപ്പോൾ നേരെ കിച്ചണിലേക്ക് പോവാം. കിച്ചണിലേക്ക് ആദ്യം തന്നെ സാധാരണ പോലെ തന്നെ, കറി വെക്കാനൊന്നും രീതിയൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സാധാരണ രീതി തന്നെയാണ്. കോവയ്ക്ക വെക്കാനിപ്പോൾ എല്ലാവർക്കും അറിയാം. സാധാരണ പോലെ മഞ്ഞൾപ്പൊടി ഇട്ടു. പക്ഷെ ഇതിൽ ഞങ്ങൾ കുരുമുളക് പൊടിയാണ് ചേർക്കണം മെയിനായിട്ട്. കുരുമുളക് പൊടി നമ്മൾ നേരിട്ട് പൊടിച്ചെടുക്കുന്ന കുരുമുളകാണ്. കുരുമുളക് അപ്പം തന്നെ നമ്മൾ പൊടിച്ച്, അത് പൂർണ്ണമായിട്ട് പൊടിക്കുകയല്ല, നമ്മൾ അത് ചെറിയ തരികൾ ആവുന്ന രീതിയിലാണ് നമ്മൾ പൊടിക്കുന്നത്. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. തീരെ പൊടിയാക്കരുത്. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി കൂടുതൽ ഇട്ടെന്ന് തോന്നും, എന്നാൽ നമുക്ക് കോവയ്ക്കാനുള്ളതുണ്ട് കൂടുതൽ. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി കൂടുതൽ എടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാനിതിപ്പോൾ ചെറിയ പാത്രത്തിലാണ് എടുത്തത്. അത് എൻ്റെ പരിചയക്കുറവുണ്ട്. അപ്പോൾ ഈ പകുതി ആദ്യം മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഒന്ന് ആവട്ടെ എന്ന് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ തുളുമ്പും. ഇപ്പോൾ ഇത് മുഴുവൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് പുറത്തേക്ക് പോകും. അത് ഇതിപ്പോൾ ഞാൻ വേഗത്തിൽ ഓടിച്ചിരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഏറെക്കുറെ അതിനൊരു ഇത് വന്നിട്ടുണ്ട്. ഈ പരുവത്തിലും തിന്നാൻ നല്ല ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. ഇത്രയും വെന്താലും സംഭവം ടേസ്റ്റ്. ഇതിൻ്റെ ഇടയിൽ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ കഴിക്കാൻ വേണ്ടി പിള്ളേരുകളൊക്കെ ഇടയ്ക്ക് കാണുമ്പോൾ ഓരോരുത്തർ എടുത്തിട്ട് കുറേശ്ശെ കൊണ്ട് കഴിക്കുന്നുണ്ട്. കറി വെച്ച് വരുമ്പോൾ അവസാനം പകുതി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഈ പരുവായി. ഇപ്പം അത് ജസ്റ്റ് ഇനി മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവും അത്. പക്ഷെ ഞാനിവിടെ മൂടി വെച്ചിട്ട് കൂടിപ്പോയി തോന്നുന്നു. എന്തായാലും ഞാൻ കഴിക്കട്ടെ.